വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിന്റെ സെക്കൻഡ് ചാപ്റ്ററായ വൺ ഫ്രാക്ഷൻ മിനി ഫോംസ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസും അതിന്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഓരോ പേജിലെയും ആക്ടിവിറ്റീസിലേക്ക് പോവാം. ഫസ്റ്റ് പേജ് നമ്പർ 24, 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ ഫ്രാക്ഷൻ സ്പെസിഫൈഡ് ബിലോ. താഴെ കുറച്ച് ഫ്രാക്ഷൻസ് നൽകിയിട്ടുണ്ട്. ആ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിൻ്റെ ഒരു സ്പെസിഫൈഡ് ഫോം നിങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ദ ഫോം ഓഫ് 1/2 വിത്ത് ഡിനോമിനേറ്റർ 24. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1/2 ഡിനോമിനേറ്റർ 24 ആയിട്ട് വരുന്ന രൂപം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിനോമിനേറ്റർ 24 ആയിട്ട് വരുന്ന ഫോം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് 1/2. അപ്പോൾ ഡിനോമിനേറ്റർ എന്താണ്, ന്യൂമറേറ്റർ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ മുകളിലത്തെ സംഖ്യ ഇപ്പൊ ഇതാണെങ്കിൽ ഇതാണ് എന്തെന്ന് പറയുന്നത് ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് മുകളിലത്തെ സംഖ്യയാണ്. അതുപോലെ ഇത് കണ്ടോ, മുകളിലെ സംഖ്യയാണ് ന്യൂമറേറ്റർ, അതായത് അംശം എന്ന് മലയാളത്തിൽ പറയും. ഇനി താഴെയുള്ള സംഖ്യയാണ് എന്തെന്ന് പറയുന്നത് ഡിനോമിനേറ്റർ. താഴെയുള്ള സംഖ്യയാണ് ഡിനോമിനേറ്റർ. ഇത് രണ്ടുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. മുകളിലുള്ള സംഖ്യയെ നമ്മൾ ന്യൂമറേറ്റർ എന്നും താഴെയുള്ള സംഖ്യയെ ഡിനോമിനേറ്റർ എന്നും പറയും. മലയാളത്തിൽ അംശവും ഛേദവും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിനോമിനേറ്റർ, അതായത് താഴെയുള്ള സംഖ്യ ഛേദം എത്രയായിട്ട് വരണം എന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. 24 ആയിട്ട് വരണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് 1/2 അല്ലേ, അപ്പോൾ 24 എന്താണ് ഡിനോമിനേറ്റർ ആയിട്ട് വരണമെങ്കിൽ നമ്മൾ അതിനെ 12 കൊണ്ട്, മുകളിലുള്ളതിനെയും താഴെയുള്ളതിനെയും നമ്മൾ എന്തും കൊണ്ട് 12 കൊണ്ട് എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 12, 12 കൊണ്ട് 2നെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 1/2 നമ്മൾ എന്ത് ചെയ്യുന്നു, 1/2 1 × 12 എന്നും 2നെ 2 × 12 ചെയ്യും. അപ്പോൾ മുകളിൽ 12 കിട്ടും, താഴെ 24. 12നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അതിനെ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഫോം ഓഫ് 1/2 വിത്ത് ന്യൂമറേറ്റർ 24. ന്യൂമറേറ്റർ അതായത് മുകളിലെ സംഖ്യ 24 ആയിട്ട് വരണം. അതിനെന്താ ചെയ്യണേ, ഇപ്പൊ 1 തന്നെങ്കിൽ 1നെ 24 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ കിട്ടണത്, ന്യൂമറേറ്റർ നമുക്കിവിടെ 24 ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. ന്യൂമറേറ്റർ 24 ആയിട്ട് കിട്ടി. ഡിനോമിനേറ്റർ അപ്പൊ എത്രയാണ്, 48 ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ദ ഫോം ഓഫ് 1/3 വിത്ത് ഡിനോമിനേറ്റർ 24. എന്താണ് അടുത്തത് പറഞ്ഞത്, 1/3 എന്താണ് നമ്മൾ 24 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഇത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/3 അല്ലേ. അപ്പോൾ നമുക്ക് 1നെ എത്ര ഡിനോമിനേറ്റർ മുകളിലെ താഴെയുള്ള ഇതാണ് എന്തായിട്ട് വരുന്നത് 24 ആയിട്ട് വരുന്നത്. അപ്പൊ 3 × 8 ചെയ്താൽ, അതായത് 8നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ 3നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 24. അപ്പൊ ഡിനോമിനേറ്റർ എത്ര കിട്ടി, 24 കിട്ടി. ന്യൂമറേറ്റർ എത്രയായിട്ട് വരും, 8 വരും അല്ലെ. 1 × 2നെ മുകളിലും താഴെയും നമ്മൾ എത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ 24 കിട്ടും. അപ്പൊ 8/24 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ദ ഫോം ഓഫ് 1/3 വിത്ത് ന്യൂമറേറ്റർ 24. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ 1/3 എന്താണ് ന്യൂമറേറ്റർ 24 ആയിട്ട് വരുന്ന രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ മുകളിലാണ്, മുകളിൽ നമുക്ക് 24 ആയിട്ട് കിട്ടണമെങ്കിൽ 1 × 24 എന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. നാലാമത്തെ ക്വസ്റ്റ്യനിൽ 1 × 24 ചെയ്താൽ ന്യൂമറേറ്റർ എത്രയായിട്ട് കിട്ടി, 24. അപ്പൊ അതേ സംഖ്യ കൊണ്ട് തന്നെ താഴെയുള്ളതിനെ നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പൊ 3 × 24 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണേ, 72 എന്ന് കിട്ടും. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫോം ഓഫ് 1/4 വിത്ത് ന്യൂമറേറ്റർ 100. നമുക്ക് ന്യൂമറേറ്റർ അതായത് മുകളിലെ സംഖ്യ എന്തായിട്ട് കിട്ടണം,
100 കിട്ടണം. 100 കിട്ടണമെങ്കിൽ ഒന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ 1 × 100 ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും? 100 കിട്ടും. അപ്പോൾ അതേ സംഖ്യ കൊണ്ട് തന്നെ നമ്മൾ താഴെയുള്ള ഡിനോമിനേറ്ററിനെയും ഇൻറ്റു ചെയ്യണം. അപ്പൊ 4 × 100 എന്ന് പറഞ്ഞാൽ 100/400. അപ്പൊ 100 നമുക്ക് എന്തായിട്ട് കിട്ടി? ന്യൂമറേറ്റർ ആയിട്ട് കിട്ടി. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഡിനോമിനേറ്റർ എന്താണ്, ന്യൂമറേറ്റർ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. നമുക്ക് മുകളിലേക്ക് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മുകളിലെ സംഖ്യയെ നമ്മൾ ന്യൂമറേറ്റർ എന്നും അടിയിലത്തെ സംഖ്യയെ ഡിനോമിനേറ്റർ എന്നും പറയും. അംശവും ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫോർ ഈച്ച് ഓഫ് ദ പെയർ ഓഫ് ഫ്രാക്ഷൻ ബിലോ ആൻഡ് 3 ഫോംസ് വിത്ത് ദ സെയിം ഡിനോമിനേറ്റർ. താഴെ നമ്മളോട് എന്നാ പറഞ്ഞിരിക്കുന്നത്? താഴെ എന്താണ് കുറച്ച് സംഖ്യ, പെയർ ഓഫ് ഫ്രാക്ഷൻസ് നൽകിയിരിക്കുന്നു. അതിന്റെ 3 ഫോംസ് നിങ്ങൾ കണ്ടെത്തണം. സെയിം ഡിനോമിനേറ്റർ ആയിരിക്കണം. ആദ്യത്തെ 1/2 1/3 ആണ്. 1/2 1/3. അപ്പൊ അതിനെങ്ങനെ നോക്കാം? 1/2 1/3 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് 6 ആണ്. അതായത് അതിന്റെ വേറൊരു ഫോം നമുക്ക് നോക്കാം. എങ്ങനെയാണ്? 3/6 2/6 നമുക്ക് നോക്കാം. 1/2 കിട്ടുമോ നോക്കാം. 3/6 ചെയ്താൽ 1/2 കിട്ടണം. 1 × 2 അല്ല 1 × 3 3, 2 × 3 എത്രയാണ്? 6. അപ്പോൾ 1/2 കിട്ടി. അതുപോലെ 1/3നെ നമുക്ക് നോക്കാം. 1/3 വരുന്നുണ്ടോ നോക്കാം. അടുത്ത് 1/3 ആണ് വരുന്നത്. 2/6 ചെയ്യുമ്പോൾ 1/3 കിട്ടുന്നു. 1 × 2 2 എന്താണ്? 3 × 2 6. അപ്പോൾ 1/3 കിട്ടി. ഇങ്ങനെയാണ്. അപ്പൊ ഇതിലെ കോമൺ ഡിനോമിനേറ്റർ ഏതാണ്? 6 ആണ്. അങ്ങനത്തെ 3 ഇക്വലന്റ് ഫോംസ് ആണ് നമ്മൾ താഴെ എഴുതിയത്. 3/6 2/6 ചെയ്യുമ്പോൾ നമുക്ക് 3/6 2/6 ചെയ്യുമ്പോൾ നമുക്ക് 1/2 1/3 എന്നാണ് കിട്ടുക അല്ലേ? അതുപോലെ 6/12 4/12. 6ന് നോക്ക്, രണ്ടിന്റെയും ഇവിടെ എന്താണ് കോമൺ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞത് 12 ആണ്. കോമൺ ഡിനോമിനേറ്റർ ഇവിടെ കോമൺ ഡിനോമിനേറ്റർ 6 ആണ്. അപ്പോൾ 1 × 6 6, 2 × 6 12 അല്ലേ? അപ്പൊ 1/2 കിട്ടും. അതുപോലെ 1 × 4 4, 3 × 4 12 കിട്ടും. അപ്പൊ 1/3 കിട്ടും. അതുപോലെ 9/8 ഇവിടെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? 1 × 9 9, 2 × 9 18 കിട്ടും. അപ്പൊ 1/2 കിട്ടി. കണ്ടോ? 1/2 കിട്ടി. അടുത്തത് 6/18 1 × 6 6, 3 × 6 18 1/3 കിട്ടി. അപ്പൊ ഇത് ഇക്വാലന്റ് ആണ് അല്ലേ? അതാണ് നമ്മളിവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1/2 1/4 ആണ്. 1/2 1/4 ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. 1/2 1/4 നമുക്ക് കോമൺ ഡിനോമിനേറ്റർ 4 ഉണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ഫോം എന്ന് പറഞ്ഞാൽ 2/4 1/4. നമുക്ക് നോക്കാം. 2/4നെ 1 × 2 2, 2 × 2 4 1/2 കിട്ടി. അടുത്തതോ 1/4. അടുത്തത് 1/4 തന്നെ അല്ലേ? 1 × 1/4 വരും. നെക്സ്റ്റ് രണ്ട് ഇക്വാലന്റ് ഫോംസ്, രണ്ടിലും ഡിനോമിനേറ്റർ സെയിം ആണ് 4 4. അടുത്തതിൽ നോക്കിയേ 4/8 2/8 രണ്ടിലും കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ 8 ആണ്. അപ്പോൾ 4/8 എന്ന് പറയുന്നത് 1 × 4 4 അല്ല നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 4, 2ന്റെ ടേബിൾ എടുക്കാം. 2 × 2 4, 4 × 2 8, 2/4 കിട്ടി. ആദ്യത്തെ കിട്ടി അല്ലേ? 2/4 കിട്ടി. അടുത്തത് 2/8 നോക്ക്. 1 × 2 2, 4 × 2 8. ഓക്കെ. നമുക്കിവിടെ 2/4 ഇതിനെ വീണ്ടും ചുരുക്കണം കേട്ടോ. 1 × 2 2, 2 × 2 4. അപ്പോൾ 1/2 എന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ നമുക്ക് അല്ലേ 1/2ഉം ഇതിന്റെ 1/4ഉം കിട്ടും. ഇതുപോലെ ഇവിടെ കോമൺ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ അതിനെങ്ങനെയാണ്? 6/12നെ നമുക്ക് 1 × 6 6, 2 × 6 12 1/2 കിട്ടി. 1/2 കിട്ടി. അടുത്തത് 3/12. 3/12നെ നമുക്ക് 1 × 3 3, നമുക്ക് എത്ര കിട്ടും? 4 × 3 12 എന്ന് കിട്ടും. അപ്പോൾ 1/4 എന്ന് കിട്ടും. അപ്പൊ ഇതുപോലെയാണ് അത് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 1/3
1/4 ആണ് തന്നിരിക്കുന്നത്. 1/3 1/4. അപ്പോൾ മൂന്നാമത് 1/3 1/4 കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് നമുക്ക് 12 എടുക്കാം. നോക്കൂ, ഇപ്പോൾ എൻ്റെ ഫോംസ് വേറൊരു ഫോമാണ് എന്തെന്ന് പറയുന്നത് 4/12 3/12. 4/12 ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 1 × 4 4, 3 × 4 12, 1/3 കിട്ടി. അടുത്തത് 3/12 ആണ്. അടുത്തതിൻ്റെ നോക്കുക, 1 × 3 3, 4 × 3 12. അപ്പോൾ 1/4 കിട്ടി. അടുത്തൊരു ഫോം കിട്ടി. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. വേറെ ഇക്വലന്റ് ഫോംസ് ഇതാ 24 8/24 8/24 24 രണ്ടിലും കോമൺ ഡിനോമിനേറ്റർ ആണ്. 8/24 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 1/3 കിട്ടും അല്ലേ? 1 × 8 8, 3 × 8 24. ഇതുപോലെ 6/24 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1/4 കിട്ടും. 1 × 6 6, 4 × 6 24, 4 × 6 24. അപ്പോൾ 1/4 കിട്ടും. ഇതുപോലെ ഓരോന്നും നിങ്ങളോട് ചെയ്തു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 12/36 ഇതിലെ കോമൺ ഡിനോമിനേറ്റർ 36 ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, does 1/3 have another form with the denominator 10, 100 or 1000? Give reasons. ഉണ്ടോന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ നിങ്ങൾ എഴുതും? ഉണ്ടോ? നമുക്ക് എഴുതാം. ഇല്ല. റീസൺ 1/3 cannot be written exactly with the denominator 10, 100 or 1000 because 3 does not divide 10, 100 or 1000. 3 നമുക്ക് 10, 100, 1000 കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല? ഡിവൈഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്.